ഓക്കെ, അപ്പോ ആദ്യത്തേത് പദം പരിചയപ്പെടാം. അടുത്ത എല്ലാവരും all of you take your textbook page number 66 66. അടുത്ത എല്ലാ മക്കളും ശ്രദ്ധിക്കുക. പദം പരിചയപ്പെടാം. എന്താണ് ഫസ്റ്റ് വൺ? നിറകണ്ണ്, നിറഞ്ഞ കണ്ണ്. എന്താ അർത്ഥം? നിറകണ്ണ്, നിറഞ്ഞ കണ്ണ്. നെക്സ്റ്റ് രണ്ടാമത്തത് പങ്കുവെക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് പങ്കുവെക്കുക. എന്താ അർത്ഥം സമരിയ? പങ്കുവെക്കുക. ഓർമ്മയില്ലേ മിസ് പറഞ്ഞത്? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളെ. എന്താ അർത്ഥം പറഞ്ഞത്? വീതം വെക്കുക. പങ്കുവെക്കുക, വീതം വെക്കുക. നെക്സ്റ്റ് മൂന്നാമത്തത് മാഞ്ചുവട്. മാഞ്ചുവട് എന്താ പറഞ്ഞത് ജുവലെ? എന്താ അർത്ഥം പറഞ്ഞത്? മാഞ്ചുവട്. ആർക്കും ഓർമ്മയില്ല കഴിഞ്ഞ ക്ലാസ്സിലെ മീനിങ് പറഞ്ഞത്? എന്താ നിഹ? മാവിന്റെ ചുവട്. ഓക്കെ, മാവിന്റെ ചുവട്. അപ്പൊ ആദ്യത്തത് നിറകണ്ണ്, നിറഞ്ഞ കണ്ണ്, പങ്കുവെക്കുക, വീതം വെക്കുക, മാഞ്ചുവട്, മാവിന്റെ ചുവട്. ഇത്രയാണ് അതില് പുതിയ വേർഡ്സ് ഇല്ല അല്ലേ പദം? ഓക്കെ, നിങ്ങക്ക് മനസ്സിലായില്ലേ അത് ഏതൊക്കെയാണെന്ന്? എന്താണ് ആൻസറിന്റെ വായിൽ ആൻസനെ? ബബിൾഗം കഴിക്കുന്നുണ്ടോ ഇപ്പോ? ഇല്ല. എന്താണ് വായിൽ പിന്നെ? ഓക്കെ, അപ്പൊ മൂന്നെണ്ണാണ് പുതിയ വേർഡ്സുകളുള്ളത്. നിറകണ്ണ്, നിറഞ്ഞ കണ്ണ്, പങ്കുവെക്കുക, വീതം വെക്കുക, മാഞ്ചുവട്, മാവിന്റെ ചുവട്. നെക്സ്റ്റ് ഉത്തരം കണ്ടെത്തുകയാണ്. ഉത്തരം നിങ്ങളാണ് കണ്ടെത്തേണ്ടത്. പിന്നെ നമുക്ക് നോക്കട്ടെ എത്ര പേര് പറയുന്നു. ദീപു ആദ്യം പറഞ്ഞ സങ്കടം എന്തായിരുന്നു? എന്തായിരുന്നു ദീപ? ആർക്കൊക്കെ അറിയാം അതിന്റെ ആൻസർ? ദീപു എനിക്ക് വിശക്കുന്നു എന്നാണ്. ഓക്കെ, കറക്റ്റ്. എനിക്ക് വിശക്കുന്നു എന്നാണ് ദീപു ആദ്യം പറഞ്ഞത് അല്ലെ? ആദ്യം പറഞ്ഞ സങ്കടം ആരോടാ പറഞ്ഞത്? സങ്കടം മാവിനോട്. ഓക്കെ, മാവിനോട് ആദ്യം പറഞ്ഞ സങ്കടം എന്തായിരുന്നു? എനിക്ക് വിശക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? ഒന്ന് വായിച്ചേ ഹന്ന, ഒന്ന് വായിച്ചേ ഹന്ന. ഹന്ന ഒന്ന് അൺമ്യൂട്ട് ചെയ്യുമോളെ. ദീപു കച്ചവടം തുടങ്ങിയത് എങ്ങനെയല്ലേ? ഓക്കെ, ഗുഡ് മോർണിംഗ് അമിന. അപ്പൊ ദീപു കച്ചവടം തുടങ്ങിയത് എങ്ങനെ എന്നാണ് ചോദ്യം അല്ലെ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെയായിരുന്നു? ദീപ് കച്ചവടം. മാവ് വെട്ടിവിറ്റ് അല്ലേ? മാവ് വെട്ടിവിറ്റാണ് ദീപ് കച്ചവടം തുടങ്ങിയത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. എറിക്ക് വായിച്ചേ. എറിക്കേ. പറഞ്ഞതെന്ത്? മരക്കുറ്റി പറഞ്ഞതെന്ത്? എന്തായിരുന്നു പറഞ്ഞത്? ഓക്കെ, എന്തായിരുന്നു പറഞ്ഞത്? ഓക്കെ, നാഫി എന്താ പറഞ്ഞത്? മരക്കുറ്റി എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത് മരക്കുറ്റി?
വന്നതിൽ സന്തോഷം. എന്നെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കേണ്ടെന്നല്ലേ? മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് എനിക്ക് സന്തോഷം അല്ലേ? മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് എനിക്ക് സന്തോഷം. ഇതാണ് മരക്കുറ്റി പറഞ്ഞത് അല്ലെ? കൂട്ടുകാരെ, എന്നെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കേണ്ട, മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് എനിക്ക് സന്തോഷം. ഇതാണ് മരക്കുറ്റി പറഞ്ഞത്. നെക്സ്റ്റ് എന്താണ്? നമുക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റീസ് എന്താണ് നോക്കിയേ? ഒറ്റയാനെ ഒഴിവാക്കുക അല്ലേ? എന്താണ് ചോദ്യം? അതന്നെ ഉത്തരം. എന്താണ്? താഴെ കൊടുത്തവയിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തി എഴുതുക. അതാണ് ഒറ്റയാൻ പറഞ്ഞത്. ഒറ്റയാനെ അതിൽ നിന്ന് ഒഴിവാക്കണം അല്ലെ? ഒന്ന് നോക്കിയേ നിങ്ങൾ. അതായത് ഓടുവൻ, അങ്ങനെ പറയാറില്ലേ നിങ്ങള്? ഓടുവൻ ഒറ്റക്കുള്ളത്. എന്നാണ് ഹന്ന കരയുന്നത്? അപ്പൊ ഇല, കിളി, കായ, പൂവ്, ഇത്രയാണ് അതിലുള്ളത്. ഇല, കിളി, കായ, പൂവ്. ഏതാണ് അതിൽ ഒറ്റയാൻ? ഓടുവൻ ഏതാണ്? ജുവല് കൈവക്കുന്നുണ്ട്. ഇല്ല. ഏതാണ് ഒറ്റയാൻ? അതായത് ഓടുവൻ. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവണമെങ്കിൽ, അതായത് അതിന് വ്യത്യസ്തമായത്. കിളി. ഓക്കെ, കിളിയാണ് കറക്റ്റ്. അതിന്റെ ഇടയിൽ ഏറിക്ക് ഇല എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. ഇലയാണോ? ഇലയും കായും പൂവും മരത്തിൻ്റെതല്ലേ? കിളിയല്ലേ അതിൽ പെടാത്തതുള്ളത്? മരത്തിന്റെ ഭാഗങ്ങളാണ് ഏതൊക്കെ? ഇല, കായ, പൂവ് അല്ലെ? അപ്പൊ കിളി മറ്റൊരു ജീവിയാണ്, അതിനാൽ കിളിയാണ് ഉത്തരം അല്ലെ? ഓക്കെ, അപ്പൊ കിളി എടുത്ത് എഴുതിയ എവിടെ? കിളി നോക്കി എഴുതണ. രണ്ടാമത്തത് ഇല, കിളിനാണുള്ളത്. അത് നോക്കി അവിടെ എഴുതും, കിളി. പിന്നെ കുട്ടി എഴുതുന്നൊന്നുമില്ല, അവിടെ കസേരയിൽ ചാരിയിരിക്കുകയാണോ? പിന്നെ കേൾക്കുന്നില്ല. പിന്നെ അപ്പൊ കിളീന്ന് എഴുത്, കിളി. കിളി എഴുതിയോ? നെക്സ്റ്റ് താഴെ, അതിൽ താഴത്തെ ഏതാ? ചിരിച്ചു, നിന്നു, നടന്നു, ഇരുന്നു. എന്താണ്? ഏതാ അതിൽ നിന്ന് പറയാൻ പറ്റും? ആർക്ക് പറയാൻ പറ്റും? ഓക്കെ, ചിരിച്ചു ആണ് കറക്റ്റ്. എന്തുകൊണ്ടാ ചിരിച്ചു? എന്തുകൊണ്ടാ ടെസ അത്? ചിരിച്ചു. ഇപ്പൊ ചിരിച്ചു, നിന്നു, നടന്നു, ഇരുന്നു. അപ്പൊ അതിൽ നിന്നാണ് ചിരിച്ചു എന്നുള്ളതിന് ഒരു പ്രത്യേകത ഉള്ളത്. എന്തുകൊണ്ടാ മോളത് പറഞ്ഞത്? ബാക്കിയൊക്കെ നമ്മുടെ എന്താണ്? ശരീരത്തിന്റെ അംഗചലനങ്ങളാണ് അല്ലെ? മറ്റേതോ ചിരിച്ചു എന്നത് ഭാവപ്രകടനമാണ്. അതുകൊണ്ടാണ് ചിരിച്ചു എന്നത് തന്നെയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ചിരിച്ചു എന്നത് എഴുതിക്കോ. ഇപ്പൊ മനസ്സിലായോ? അത് ഇല, കിളി, കായ, പൂവ് നിലയിൽ കിളി. നെക്സ്റ്റ് ചിരിച്ചു, നടന്നു, ഇരുന്നു, നിന്നു. ഇതില് ഏതാണ് ഫസ്റ്റ് വേർഡ്? ചിരിച്ചു. നോക്കി എഴുതിയേ? അന്ന എഴുതിയോ? അന്ന ഓക്കെ, അത് കംപ്ലീറ്റ് ആയോ മക്കളെ? എഴുതി കഴിഞ്ഞോ എല്ലാവരും? അപ്പൊ അടുത്തത് നാലാമത്തത് അല്ലെ? എന്താണ്? എടുത്തെഴുതുക. അപ്പൊ ചുവന്ന നിറത്തിലുള്ള വാക്കുകൾ എടുത്തെഴുതുക എന്നാണ് പറയുന്നത്. ദീപു കളിപ്പാട്ടം വാങ്ങി. അപ്പൊ വാങ്ങി.
ഒന്നുമില്ല അല്ലെ അതില്? ഫിനിഷ് മീൻസ് ഓക്കെ, ഫിനിഷ് ആണ് അല്ലെ. അപ്പൊ നെക്സ്റ്റ് രണ്ടാമത്തെ എന്താണ്? അവൻ മാങ്ങ തിന്നു. എന്താ അടുത്ത് എഴുതേണ്ടത്? തിന്നു. അടുത്ത് എഴുതിക്കോ. രണ്ടാമത്തേല് തിന്നു. മൂന്നാമത്തെ ദീപു മാവിനെ മറന്നു. റെഡിങ്കിലുള്ളത് മറന്നു. നെക്സ്റ്റ് നാലാമത്തത് മരക്കുറ്റി ദീപുവിനോട് പറഞ്ഞു. അപ്പൊ ഏതായിട്ട് എഴുതേണ്ടത് അതില്? പറഞ്ഞു. അപ്പൊ ആദ്യത്തേല് വാങ്ങി, രണ്ടാമത്തെ തിന്നു, മറന്നു, പറഞ്ഞു. ഓക്കെ, 4 കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ അടുത്തതില് അതിന്റെ തുടർച്ചയായി വരുന്നുണ്ട് അല്ലെ? മാതൃക പോലെ എഴുതുക എന്നാണ് 5ാമത്തത്. കണ്ടോ? 5ാമത്തത് മാതൃക പോലെ എഴുതുക. അപ്പൊ അതിന് മേലെ നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെ തന്നിട്ടുള്ളത്? വാങ്ങും, തിന്നും, പറയും, മറക്കും. ദീപു കളിപ്പാട്ടം വാങ്ങി. എങ്ങനെയാ ആക്കേണ്ടത്? മാതൃക അവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ദീപു കളിപ്പാട്ടം വാങ്ങും എന്നാണ്. അതുപോലെ താഴെ തന്നത് എങ്ങനെയാ ചെയ്യുക നമുക്ക് നോക്കാം. അവൻ മാമ്പഴം തിന്നു. അപ്പൊ എങ്ങനെയാ എഴുതേണ്ടത് മക്കളെ? അവൻ മാമ്പഴം തിന്നും. ഓക്കെ, അവൻ മാമ്പഴം തിന്നു. ആ, എഴുതിക്കോ. അവൻ മാമ്പഴം തിന്നും. തിന്നു എന്നുള്ളത് തിന്നുന്നാവും. ഹന്ന എഴുതിയോ? ഹന്ന പെൻസിലിന്റെ ഭംഗി നോക്കിയാണല്ലോ. എഴുതി കഴിഞ്ഞോ? എഴുതുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ 5ാമത്താണ് ഇപ്പൊ നമ്മൾ എഴുതുന്നത്. എഴുതിക്കോ. അതിന് ദീപു കളിപ്പാട്ടം വാങ്ങി. ദീപു കളിപ്പാട്ടം വാങ്ങും എന്നുണ്ട് അവിടെ. നെക്സ്റ്റ് രണ്ടാമത്തെ അവൻ മാമ്പഴം തിന്നു. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? തിന്നു. തിന്നും. തിന്നും. ഇന്ന എഴുതിട്ട് ഊസിനെടുത്ത് ചെറിയ കേട്ടോ. അത് തിന്നുന്നില്ലത് എഴുതാൻ അറിയില്ലേ? നെക്സ്റ്റ് മരം അവനോട് പറഞ്ഞു. പറഞ്ഞു എന്നുള്ളത് എന്താവും? മരം അവനോട് പറയും. പറയും. ഓക്കെ, കറക്റ്റ്. മരം അവനോട് പറയും. അടുത്തത് അവൻ മാവിനെ മറന്നു. എന്താവും? അവൻ മാവിനെ മറക്കും. അവൻ മാവിനെ മറക്കും. അവൻ മാവിനെ മറക്കും. കറക്റ്റ്. എഴുതിക്കോ എല്ലാവരും. ആദ്യത്തെ അവൻ മാമ്പഴം തിന്നും. മരം അവനോട് പറയും. നെക്സ്റ്റ് അവൻ മാവിനെ മറക്കും. മറന്നു എന്നുള്ളത് മറക്കും. എഴുതിട്ട് എഴുതാൻ അറിയില്ല മക്കളെ? അനീറ്റാ ഫിനിഷ്. കറക്റ്റ് തന്നെയല്ലേ? എഴുതുന്ന മിസ്റ്റേക്ക് ഒന്നും ഇല്ലല്ലോ? എഴുത്തരൊക്കെ പറയണേ. മറക്കും. മറക്കും എഴുതാൻ അറിയില്ലേ? ഫിനിഷ്. അപ്പൊ 6th അല്ലേ? ഇനി 6ാമത്തത് ചുവന്ന നിറത്തിലുള്ള പദത്തിന് പകരം യോജിച്ച പദം ചേർത്ത് വാക്യം എഴുതുക. കൂട്ടുകാരൻ നന്നായാൽ കണ്ണാടി വേണ്ട. എന്താണ് ചുവന്ന നിറത്തിലുള്ള പദം അവിടെ? എന്താ മക്കളെ? ആ, ചങ്ങാതിനാ വേണ്ടത്. അവിടെ ചുവന്ന നിറത്തിലുള്ളതിന് കൂട്ടുകാരൻ ആണുള്ളത്. ആ, കൂട്ടുകാരൻ എന്നുള്ളതിന് യോജിച്ച പദം അല്ലെ? എന്താണ്? ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. അപ്പൊ ചങ്ങാതി എന്നാണ് വേണ്ടത് അല്ലെ? കൂട്ടുകാരൻ എന്ന് പറയുമ്പോ ചങ്ങാതി. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നാണ് വേണ്ടത്. കൂട്ടുകാരൻ ചങ്ങാതി. അപ്പൊ അവിടെ കൂട്ടുകാരൻ നിലത്ത് നേരെ നിങ്ങൾ ഇപ്പറ എഴുതിയാൽ മതി കേട്ടോ. ആ കൂട്ടുകാരൻ നില ചുവന്ന നിറത്തിൽ ഉണ്ടല്ലോ അവിടെ. ഒരു ചങ്ങാതി എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായാൽ മതി.
ചങ്ങാതി. നെക്സ്റ്റ്, ഒരു കരം കൊടുക്കുന്നത് മറുകരം അറിയരുത്. കരം, കരം നില പദത്തിന്റെ അർത്ഥം എന്താണ്? കൈ. ഓക്കെ, കരം, കരം, കൈ. അപ്പൊ അവിടെ എന്താ വേണ്ടത്? കരം എന്നുള്ളതിന് കൈ എന്നാണ്. അപ്പൊ നെക്സ്റ്റ് ഇപ്പുറം എഴുതിയാലും മതി കേട്ടോ. കരം എന്നുള്ളതിന് കൂട്ടുകാരൻ നന്നായാൽ കണ്ണാടി വേണ്ട എന്നുള്ളതിൽ ചങ്ങാതി ഇപ്പുറം എഴുതിയാലും മതി. എല്ലാം എഴുതണം നമുക്ക് ഒരുപാട് സമയം കിട്ടും അല്ലേ? ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നാണ് വരിക അല്ലെ? താഴത്തത് ഒരു കരം കൊടുക്കുന്നത് മറുകരം അറിയരുത്. ഒരു കരം, കരം കൈ. അപ്പൊ ഒരു കൈ കൊടുക്കുന്നത് മറുകൈ അറിയരുത് എന്നുള്ളതില്ല. അപ്പൊ മറുകരം എഴുതിയാലും മതി. അവിടെ അത് നിന്നുണ്ട് കരം എന്നുള്ളത് കൈ. നെക്സ്റ്റ്, വൃക്ഷം ഒരു വരം. എന്താ വരുക? മരം, മരം ഒരു വരം അല്ലെ? മരം ഒരു വരം. എല്ലാരും മക്കളാണ്. മരം ഒരു വരം. ഓക്കെ, എല്ലാം എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല, പുതിയ ബുക്കല്ലേ. മരം ഒരു വരം. അപ്പൊ താഴെ ഉണ്ട് അല്ലെ? ചങ്ങാതി, കൈ, മരം. ഇത് നോക്കിയിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. ഞാനത് നോക്കില്ല കേട്ടോ. അപ്പൊ താഴെയാണ് എഴുതേണ്ടത്. ആ ലൈനില്, ആ ഡോട്ടിൽ നീളത്തിൽ എഴുതുക. എന്ത്? ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. ഫസ്റ്റ് വൺ എടുത്തിട്ട് അത് എഴുതുക. നെക്സ്റ്റ്, കൈ, ഒരു കരം, ഒരു കൈ. ആ കരം എന്നുള്ളതിന് ആ ഒരു എഴുതിട്ട് കൈ കൊടുക്കുന്നത് മറുകരം അറിയരുത്. നെക്സ്റ്റ് ലാസ്റ്റ് മരം. അപ്പൊ മരം ഒരു വരം. മൂന്നെണ്ണത്തിൽ എഴുതേണ്ടത് മനസ്സിലായോ? ഇത് എഴുതണോ? എഴുതണോ? ആ താഴത്ത് നിങ്ങളുടെ ആ പിന്നെ ഡാഷ് ഇട്ടിട്ടുണ്ടോ? അതിലാ എഴുതേണ്ടത്. 3 വരയുണ്ട്, അവിടെ എഴുതിയാൽ മതി. കണ്ണാടി നന്നായാൽ കണ്ണാടി വേണ്ട. നന്നായാൽ കണ്ണാടി വേണ്ടെന്ന് അവിടെ ഉണ്ട്, കണ്ടോ നിങ്ങള്? നോക്കി എഴുതുവോ മക്കളെ? ചങ്ങാതിനും ഉണ്ട്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. ഫിനിഷ്. ഓക്കെ, 3 എഴുതിയ മക്കളെ? അപ്പൊ ആദ്യത്തെ ഇതാണ് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. നെക്സ്റ്റ് വൺ എന്താണ്? ഒരു കരം എന്നിട്ട് കരം, കൈ. അത് മാത്രം എഴുതുന്നില്ല ഇപ്പൊ മിസ്സേ. നിങ്ങക്ക് മനസ്സിലായില്ലേ എങ്ങനെ എഴുതേണ്ടതെന്ന്? ഒരു കൈ, ഒരു എഴുതിയിട്ട് കൈ എഴുതും. ഈ കൈ എഴുതും. ഓക്കെ, ലാസ്റ്റ് വണ്ണിന് എന്താണ്? വൃക്ഷം എന്നുള്ളടത്ത് മരം. മരം, വൃക്ഷം, മരം. ഓക്കെ, 3 കംപ്ലീറ്റ് ആക്കിയോ മക്കളെ? അപ്പൊ ആദ്യത്തേല് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. രണ്ടാമത്തെ ലൈനില് ഒരു കൈ കൊടുക്കുന്നത് മറുകരം അറിയരുത്. നെക്സ്റ്റ് ലാസ്റ്റ് ലൈനില് മരം ഒരു വരം. ഓക്കെ, അത്രയാണ് എഴുതേണ്ടത്.
എഴുതി മക്കളെ എല്ലാവരും. അപ്പൊ എന്താണ് അടുത്തത്? ഏഴാമത്തെ എന്താണ് വർക്ക് നമ്മുടെ? സംഭാഷണം പൂരിപ്പിക്കുക. സംഭാഷണം പൂരിപ്പിക്കുക അല്ലെ? എന്താ എഴുതേണ്ടത്? എന്താ പറയുന്ന നോക്കാം, നമുക്ക് വായിച്ചു നോക്കാം. മാമ്പഴം വിറ്റ് കളിപ്പാട്ടം വാങ്ങിയ ദീപു മാവിനടുത്ത് തിരിച്ചു. അവർ തമ്മിൽ നടന്ന സംഭാഷണം ചുവടെ കൊടുക്കുന്നു. അനുയോജ്യമായവ കണ്ടെത്തി വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുക അല്ലെ? അപ്പൊ എന്തൊക്കെ തന്നിട്ടുണ്ട് അവിടെ? ബലൂൺ, പീപ്പി, പട്ടം എന്നിവ. നാളെയും കളിക്കാൻ വരുമോ? മാങ്ങ വിറ്റപ്പോൾ തന്നെ വാങ്ങി. കളിപ്പാട്ടം. ഇത്രയാണ് അവിടെ തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്താ ഇതുണ്ട് നമ്മള്? നിങ്ങളെ സംഭാഷണം തയ്യാറാക്കോ ഒറ്റക്ക്? ചെയ്യോ മക്കളെ? അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ മാവു ദീപു അല്ലെ? സംഭാഷണം എഴുതുമ്പോ എന്താ വേണ്ടത്? ഫസ്റ്റ് വൺ മാവ് വരും അല്ലെ? എന്നിട്ട് എന്താ എഴുതേണ്ടത്? ദീപു നീ കളിപ്പാട്ടം വാങ്ങിയോ? അങ്ങനെയല്ല നമ്മൾ ഫസ്റ്റ് എന്താ ചോദിക്കുക? ദീപു നീ കളിപ്പാട്ടം വാങ്ങിയോ? നെക്സ്റ്റ് ദീപു എന്ത് പറയും? മാങ്ങ വിറ്റപ്പോൾ തന്നെ വാങ്ങി. അപ്പൊ മാവ് എന്ത് പറയും? എന്തൊക്കെയാണ് വാങ്ങിയത്? അപ്പൊ ദീപു പന്ത്, ബലൂൺ, പട്ടം എന്നിവ. മാവ് എന്ത് ചോദിക്കും? നാളെയും കളിക്കാൻ വരുമോ? ദീപു തീർച്ചയായും നാളെയും വരും. ഇപ്പോൾ ഞാൻ പോട്ടെ. ഇതിനുശേഷം അല്ലെ? ഇത്ര പോലെയാണ്. ഇപ്പോൾ ഞാൻ പോകട്ടെ. ഇത്രയാണ് സംഭാഷണം വരിക. മാവും ദീപും കൂടെ സംസാരിക്കുന്നു അല്ലെ? ഏകദേശം അങ്ങനെയല്ലേ എഴുതേണ്ടത്? മനസ്സിലായോ മക്കളെ? എങ്ങനെയാ സംഭാഷണം എഴുതുക? മനസ്സിലായില്ലേ? മാവും ദീപും കൂടെ പറയുന്നത് എഴുതണം നിങ്ങൾ. മനസ്സിലായോ? ആദ്യം എങ്ങനെയാ വരുക? ആരൊക്കെ ഇപ്പൊ പറയുന്നത് മാവും ദീപുവായിട്ട്? ഒരാള് മാവായിക്കോ, ഒരാള് ദീപുവായിക്കോ. ആരാവുന്നേ? അവിടെ ആൻസൺ. ഒന്ന് ആൻസൺ. അപ്പൊ ആൻസൺ മാവാണേ. അടുത്തത് ദീപു, അനിക. ഓക്കെ. അപ്പൊ രണ്ടുപേരാ പറയുന്നേ. അനികയും ആൻസണും പറയും. ആ പറഞ്ഞു. എന്താ പറയുക? ആദ്യം മാവാ പറയുന്നത്. ആൻസൺ സംശയം പറഞ്ഞോ? എന്താ പറയുക ആദ്യം? അവരുടെ എന്താ ആദ്യം വരൂ ആൻസൺ? മാവ് എന്താ ചോദിക്കുന്നേ? മിസ് ആദ്യം പറഞ്ഞില്ലേ ഇപ്പൊ? മാമ്പഴം വിറ്റ് കളിപ്പാട്ടം വാങ്ങിയ ദീപു മാവിനടുത്ത് തിരിച്ചെത്തി. അവർ തമ്മിൽ നടന്ന സംഭാഷണം ചുവടെ കൊടുക്കുന്നു. ആ അനുയോജ്യമായ വായിച്ചോ പറഞ്ഞു. ദീപു ഇങ്ങനെ ചോദിക്കണം. ദീപു നീ കളിപ്പാട്ടം വാങ്ങിയോ? ആ മാങ്ങ വിറ്റപ്പോൾ തന്നെ വാങ്ങി പറഞ്ഞു. മാങ്ങ അല്ല ദീപു പറഞ്ഞു. ഇനി അടുത്ത മാവ്. അന്നേരം എന്താ മാവ് ചോദിക്കണ്ടേ അടുത്ത്? എന്തൊക്കെയാണ് എന്തൊക്കെയാണ് വാങ്ങിയത്? അത്രേ വേണ്ടൂ. എന്തൊക്കെയാണ് വാങ്ങിയത്? എന്തൊക്കെയാ? പന്ത്, പന്ത്, ബലൂൺ, പീപ്പി, പട്ടം എന്നിവ. ഓക്കെ. ഇനി മാവ് സംസാരിച്ചോ? തീർച്ചയായും നാളെയും വരും. ഇപ്പോൾ ഞാൻ പോകട്ടെ. ഓക്കെ, അത്രേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ എന്താ മാവ് ചോദിച്ചേ? ദീപു നീ കളിപ്പാട്ടം വാങ്ങിയോ? അപ്പൊ ദീപു പറയുന്നത് മാങ്ങ വിറ്റപ്പോൾ തന്നെ വാങ്ങി. അപ്പൊ മാവ് എന്താ പറയുന്നേ? എന്തൊക്കെയാണ് വാങ്ങിയത്? ദീപു പന്ത്, ബലൂൺ, പീലി, പട്ടം എന്നിവ. മാവ് നാളെയും കളിക്കാൻ വരുമോ? ദീപു എന്ത് പറയും? തീർച്ചയായും നാളെയും വരും. ഇപ്പോൾ ഞാൻ പോട്ടെ. ഓക്കെ, ഇത്രയാണ് സംഭാഷണം. മനസ്സിലായോ?
കണ്ടോ നിങ്ങളെ അവിടെ അതവിടെ ഫില്ല് ചെയ്തോ ഫസ്റ്റ് പേജ് അടുത്ത പേജിൽ 68 കണ്ടോ എഴുതിക്കോ ദീപു നീ എന്താണ് കളിപ്പാട്ടം വാങ്ങൂ കളിപ്പാട്ടം അവിടെ ഫില്ല് ചെയ്തോ ചെയ്യുന്നുണ്ടോ മക്കളെ നിങ്ങൾ ആരെങ്കിലും എല്ലാരും ചെയ്യുന്നില്ലേ അനിക എഴുതിയോ അനികാത് ഞാൻ എഴുതുന്നു ആ എഴുതി അപ്പുറത്തെ 68 പേജില് മേലെയുള്ളത് അതാ ഇപ്പൊ പറയുന്നു ദീപു നീ കളിപ്പാട്ടം എഴുതാൻ അറിയില്ലേ ആർക്കും കളിപ്പാട്ടം ആ ഡേഷിലെടുത്ത് കളിപ്പാട്ടം എഴുതി കളിപ്പാട്ടം ഫസ്റ്റില് അതാണ് അവിടെ ഫില്ല് ചെയ്യുന്നത് ദീപു നീ കളിപ്പാട്ടം വാങ്ങിയോ ആദ്യത്തെ അല്ലെ നെക്സ്റ്റ് ദീപു എന്ത് പറയും മാങ്ങ വിറ്റപ്പോൾ തന്നെ വാങ്ങി അപ്പൊ അത്രയും എഴുതണം നിങ്ങൾ അത് രണ്ടാമത്തെ ലൈനിൽ മാങ്ങ വിറ്റപ്പോൾ തന്നെ വാങ്ങി വിറ്റപ്പോൾ തന്നെ വാങ്ങി തന്നെ വാങ്ങി മാങ്ങ വിറ്റപ്പോൾ തന്നെ വാങ്ങി നെക്സ്റ്റ് എന്താ പറയുന്നത് എന്തൊക്കെയാണ് വാങ്ങിയത് അത് അവിടെ പറയുന്നുണ്ട് തന്നിട്ടുണ്ട് നെക്സ്റ്റ് എന്താ എഴുതേണ്ടത് ദീപു പന്ത് അടുത്തത് ബലൂൺ പന്ത് അവിടെ ഉണ്ട് അതുകൊണ്ട് മിസ് ചെയ്തൂല ബലൂൺ ബലൂൺ നിങ്ങൾ എഴുതാൻ പഠിക്കേണ്ടതാണ് ഒറ്റക്ക് ബലൂൺ കഴിഞ്ഞോ ബലൂൺ നെക്സ്റ്റ് എന്താ പീലി പീലി പട്ടം എന്നിവ ഓർമ്മയില്ല പട്ടം പട്ടം എന്നിവ കൂടെ എഴുതണം കേട്ടോ മക്കളെ കാണുന്നില്ലേ എന്നിവ വാ എഴുതണം അവിടെ സാരമില്ല മിസ്സിന് ഇത് കഴിഞ്ഞോട്ടെ എഴുതിയില്ലേ നോ ആണോ എന്നായിട്ടാ എന്നിവ എഴുതണേ എന്നീനെ മിസ് അവിടെ എഴുതിയിട്ടുള്ളൂ
എന്നിവ. അത് കഴിഞ്ഞിട്ട് മാവ് പറയുന്നത് എഴുതണത്രേ. ഇത് കളഞ്ഞാലേ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഫിനിഷ് ആണോ മക്കളെ? എഴുതിയത് വരെയുള്ള ഫിനിഷ് ആണോ? യെസ്. എല്ലാവർക്കും ഫിനിഷ് ആണോ? അത്രയും കളയട്ടെ. ഓക്കെ, എന്നിവ. ലാസ്റ്റ് ഒരു വായും കൂടെ അവിടെ എഴുതാനുണ്ടായിരുന്നു. എന്നിവ. ഓക്കെ, ഇനി അടുത്തെന്താ? മാവ് പറയണം. എന്ത്? നാളെയും കളിക്കാൻ വരുമോ? എന്താ പറയുന്നേ? മാവ് പറയുന്ന എഴുതിക്കോ. നാളെയും മ്യൂട്ട് ചെയ്തേ മക്കളെ എല്ലാവരും. നാളെയും കളിക്കാൻ വരുമോ? വരുമോ? നാളെയും കളിക്കാൻ വരുമോ? അപ്പൊ മാവൻ ദീപു എന്താ പറഞ്ഞത്? തീർച്ചയായും നാളെയും വരും. ഇപ്പോൾ ഞാൻ പോട്ടെ. ഓക്കെ, കംപ്ലീറ്റ് ആയേ. അപ്പൊ സംഭാഷണം നമ്മൾ കംപ്ലീറ്റ് ആക്കി. എഴുതിയ എല്ലാ മക്കളും എഴുതിക്കോ. ഇവ ലാസ്റ്റ് എന്നിവ എഴുതിയാണ്. അപ്പൊ പിന്നെ പറയുന്നത് മാവ് നാളെയും കളിക്കാൻ വരുമോ. അപ്പൊ മിസ് ഒന്നുകൂടി വായിക്കാം ഫസ്റ്റ് മുതല്. മാവ് പറയുന്നുണ്ട്, ദീപു നീ കളിപ്പാട്ടം വാങ്ങിയോ? അപ്പൊ ദീപു പറയുന്നത് മാങ്ങ വിറ്റപ്പോൾ തന്നെ വാങ്ങി. അപ്പൊ മാവ് പറയണത് എന്തൊക്കെയാണ് വാങ്ങിയത്? അപ്പൊ ദീപു പന്ത്, ബലൂൺ, ഗിരി, പട്ടം എന്നിവ. മാവ് എന്താ പറയുന്നത്? നാളെയും കളിക്കാൻ വരും. ആരാ ഇതിൽ വരച്ചത്? നെക്സ്റ്റ് ദീപു പറയുന്നത് തീർച്ചയായും നാളെയും വരും. ഇപ്പോൾ ഞാൻ പോട്ടെ. ഓക്കെ, ഇത്രയാണത്. ഈ വരച്ചവർ വായിച്ചത് മിസ് തന്നെയാണോ? വരുമോ? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടേ അവിടെ. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ ടൈമും കഴിഞ്ഞു. എല്ലാവരും എഴുതിയെടുത്തോ? ഇത് കളയട്ടെ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? നമുക്ക് വൈകുന്നേരത്തെ ക്ലാസ്സിൽ ഇത് നല്ലപോലെ വായിക്കണം പാഠം. പിന്നെ മിസ് ഒരു ഡിക്റ്റേഷൻ ഇടും ഇന്ന് വൈകുന്നേരം. എന്താണെന്നറിയോ? മലയാളം സ്വരാക്ഷരങ്ങൾ. ഓക്കെ, സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും. ഓക്കെ, അപ്പൊ വൈകുന്നേരത്തെ ക്ലാസ്സിൽ ഡിക്റ്റേഷൻ ഉണ്ടാവുമേ. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും നല്ലപോലെ പഠിച്ചിട്ട് വരണം. അറിയോ? അറിയില്ലേ? ആർക്കൊക്കെ അറിയാം? എനിക്കറിയാം. ഓക്കെ എനിക്കറിയാം. ഓക്കെ, അപ്പൊ ബൈ. എനിക്കറിയാം. അമ്മന്നേരെ കുഞ്ഞുവാവ പഠിച്ചിട്ട് വരും തോന്നുന്നുണ്ടല്ലേ? ഇതാ കേൾക്കേ ഇപ്പൊ ഇല്ലേടാ. ഓക്കെ ബൈ. ഓക്കെ ബാവേ ടാറ്റ. ഓക്കെ, വെൽക്കം. ബൈ. ബൈ.
Tata. Bye. Bye. Thank you, Miss. Thank you, Miss. See you. Thank you, miss. Okay, welcome.